ഇന്നല്ലേ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഉണ്ട വെളുത്തുള്ളി തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ജീരകം, ഒരു 3 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക്, ഇവയൊക്കെ കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇതാ കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വെളുത്തുള്ളിൻ്റെയും ആ ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് വരുന്നതിൻ്റെ മുന്നേ ഒരു പതഞ്ഞ് പൊന്തി വരില്ലേ, ആ സമയത്ത് നമുക്ക് തീ ഓഫാക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനതൊരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈയായിട്ട് അതുപോലെ നല്ലൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കയ്യേറ്റ് തന്നെ ഉടച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മിക്സിയിലൊന്നും അരച്ചെടുക്കരുത്. എന്നിട്ട് ഇപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് ഒന്ന് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് തീ ഓഫാക്കണം കേട്ടോ. തിളപ്പിച്ചാൽ കറിയുടെ ടേസ്റ്റ് പോവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായം കൂടി ചേർക്കുകയാണ്. തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബീഫും ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലൊരു രസം ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 5-6 കറാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വലിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, വെറും ചെറിയ ഉള്ളി മാത്രമാണ് ചേർക്കുന്നത്. 1 കിലോ ബീഫിലേക്ക് ഏകദേശം 100 ഗ്രാം ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. വെളുത്തുള്ളി ഞാൻ നടുമുറിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തത്. ചെറിയ ഉള്ളി അതുപോലെ തന്നെ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇനി നല്ലൊന്ന് വാടി വരട്ടെ. നല്ല വാടി വരണം കേട്ടോ. ഒരു ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫിലൊക്കെ കറിവേപ്പില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവുള്ള പച്ചമുളക് ആയതിനെ കൊണ്ടാണ് 2 ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചൊക്കെ മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ചെറിയുള്ളി ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒന്നും കൂടി വഴറ്റി കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ മല്ലിയുടെയും മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നല്ലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ, ചെറു തീയിൽ. അപ്പം ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഇറച്ചിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും വേറെ ഒരു പാത്രത്തിൽ വറുത്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കുക കേട്ടോ, ചൂടാക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 കിലോ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇനി ഇതാ മൂടി വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുകയാണ്. അതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് കഴുകിയെടുത്ത വെള്ളം തന്നെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് വരട്ടാവുമ്പോൾ ഇത്ര വെള്ളം മതി കേട്ടോ, കറി പോലെ ആക്കുമ്പോഴല്ലേ വെള്ളം വേണ്ടത്. അപ്പോൾ ഇത്ര വെള്ളം മതി. ഇനിയിപ്പോൾ ഇതാ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് പൊറാട്ടയുടെയും അതുപോലെ തന്നെ നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്, വെറും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.